CUET വാർത്തകൾ വന്നപ്പോൾ തൊട്ട് CUETയുടെ നോട്ടിഫിക്കേഷൻ UGC റിലീസ് ചെയ്തപ്പോൾ NTA റിലീസ് ചെയ്തപ്പോൾ ഒക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. റിസർവേഷൻ പോളിസിക്ക് എന്ത് സംഭവിക്കും? നമുക്ക് മുമ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എല്ലാത്തിലും തന്നെ ഒരുപാട് സീറ്റുകൾ, ഒരുപാട് കോട്ട ഉണ്ടായിരുന്നു, ഒരുപാട് സീറ്റുകൾ റിസർവ്ഡ് ആയിരുന്നു പല വിഭാഗങ്ങളിലായിട്ട്. അതെല്ലാം ഇനി ഉണ്ടാവുമോ അതോ അതിലൊക്കെ ഒരു അവസാനം വന്നോ എന്നുള്ളൊരു കാര്യം. ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ അതിലൊരു മാറ്റം കൊണ്ടുവരിക ഈ NTAയോ UGCയോ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് ഭരണഘടനാപരമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള, അത് കോൺസ്റ്റിറ്റ്യൂഷണലി അഷ്വർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റിസർവേഷൻ. അതിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിലേക്ക് എടുക്കുന്ന പ്രോസസ്സിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടേ ഉള്ളൂ. ജാമിയ മിലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, അതുപോലെ ജീസസ് ആൻഡ് മേരി കോളേജ്, ഇവരൊക്കെ കമ്മ്യൂണിറ്റി കോട്ട ഉള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അത്യാവശ്യം സ്റ്റുഡൻസിനെ എടുത്തിരുന്ന യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് ആണ്. അപ്പോൾ ഇവർ കൃത്യമായി ചോദിച്ചു, കാരണം ഞങ്ങൾക്ക് ഇത് പറ്റുമോ, ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവില്ലേ? അതായത് ഒരുപാട് കുട്ടികൾ അങ്ങനെ വന്ന് പഠിക്കുന്നവരുണ്ട്. റിസർവേഷനൊക്കെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ആ റിസർവേഷനിൽ വരുന്ന കുട്ടികളെ ഇത് ബാധിക്കില്ല എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ജാമിയ മിലിയൊക്കെ സംബന്ധിച്ച് നമ്മളുടെ UGC ചെയർമാൻ ജഗദേഷ് കുമാർ തന്നെ ഈ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ 50% റിസർവേഷൻ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണോ റിസർവേഷൻ, അത് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിലേക്കുള്ള എൻട്രി, ആ ഒരു റിസർവേഷൻ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ CUET എഴുതിയേ മതിയാവും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ CUETക്ക് അപ്പിയർ ചെയ്യുന്നവരുടെ ലിസ്റ്റ്, ആ ഒരു മൈനോറിറ്റി കോട്ട അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള റിസർവേഷൻ, പല രീതിയിലുള്ള റിസർവേഷൻ ഉണ്ട്, കാസ്റ്റ് ബേസ്ഡ് ഉണ്ട്, റിലീജിയൻ ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഈ റിസർവേഷൻ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത്, ആ ഒരു കാറ്റഗറിക്ക് പ്രത്യേകം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും മറ്റ് ജനറൽ കാറ്റഗറിയിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് വേറെ തന്നെ ഒരു ലിസ്റ്റും ഉണ്ടാക്കി റിസർവേഷൻ എന്നുള്ള ഈ ഒരു പേഴ്സൻറ്റേജ് എപ്പോഴും സെയിം ആയിരിക്കും. അതിലേക്ക് എടുക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങളുടെ സീറ്റ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന റിസർവേഷൻ എവിടെയും പോകുന്നില്ല. റിസർവേഷൻ അവിടെ തന്നെ ഉണ്ടാവും. അത് നമ്മുടെ ഓരോരുത്തരുടെയും അധികാരമാണ്, അവകാശമാണ്. അതിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ CUETക്ക് അപ്പിയർ ചെയ്യുന്നതിൽ എലിജിബിൾ ആയിട്ടുള്ള, റിസർവേഷന് അർഹതയുള്ളവരെ വേറെ തന്നെ ലിസ്റ്റ് ആക്കുകയും ആ ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ നടത്തും എന്നുള്ളതാണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി സംബന്ധിച്ചൊക്കെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTA റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രകാരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, സെപ്പറേറ്റ് മെറിറ്റ് ലിസ്റ്റ് ആണ് അൺറിസർവ്ഡ് കാറ്റഗറിക്കും അതുപോലെ മൈനോറിറ്റി കാറ്റഗറിക്കുമായിട്ട് ഒരുക്കുക. അപ്പം ഇത് സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ കാര്യത്തിൽ ഇതൊരു മൈനോറിറ്റി കോട്ടയുടെ വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ മൈനോറിറ്റി അല്ല, മറ്റ് റിസർവേഷൻസ് ആണെങ്കിലും കോട്ട അവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ റിസർവേഷൻ്റെ പേഴ്സൻറ്റേജ് ഒന്നും എവിടെയും മാറാൻ പോകുന്നില്ല, അതിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങൾ ആരും അതോർത്ത് പേടിക്കേണ്ട, റിസർവേഷനൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഒരു കാര്യമാണത്. അതിലൊന്നും എവിടെയും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒന്നുമല്ല അത്. സോ എന്തായാലും ഈ വട്ടത്തെ CUETയിൽ ആ റിസർവേഷനെ സംബന്ധിച്ച് ഒരു ഡൗട്ടും വേണ്ട, റിസർവേഷനൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ CUETക്ക് അപ്പിയർ ചെയ്തവർക്ക് മാത്രമേ റിസർവേഷൻ നേടാൻ പറ്റുള്ളൂ. റിസർവേഷൻ ആ ഒരു ലിസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ CUET സ്കോർ നേടിയിരിക്കണം. CUET എക്സാമിൻ്റെ പാറ്റേണും അതുപോലെ എങ്ങനെയൊക്കെയാണ് എക്സാംസ് വരാൻ പോകുന്നത്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ എൻഡ് ചെയ്യും, എക്സാംസ് എപ്പോഴേക്കാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നു തുടങ്ങി. ഇത് വന്നു തുടങ്ങിയപ്പോൾ തൊട്ട് സംശയങ്ങളുടെ എണ്ണവും കൂടി തുടങ്ങി. സംശയങ്ങളെല്ലാം തന്നെ തീർത്തു തരാൻ CUET ഹെൽപ്പ് ഡെസ്കും Prepwise തുടങ്ങി. നമ്മുടെ ടീം അറ്റൻഡ് ചെയ്തിട്ടുള്ള, നമ്മുടെ ടീമിലേക്ക് എത്തിയ കുറേ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു റിസർവേഷൻ്റെ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു അത്യാവശ്യം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതുപോലത്തെ ചോദ്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ ധൈര്യമായി ചോദിക്കാം. പിന്നെ ഈ ഒരു എക്സാമിനെ പറ്റിയുള്ള അവയർനെസ് ഞാൻ പറയാറുണ്ട്, വളരെ കുറവാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. എല്ലാവരും തിരക്കിലാണ്. പല ബോർഡ് എക്സാംസ് ആയിട്ടും അവരുടേതായിട്ടുള്ള പലവിധ തിരക്കുകളുണ്ടാകും. പാരൻസും കുട്ടികളുടെ കാര്യത്തിൽ തിരക്കിലായിരിക്കും, ടീച്ചേഴ്സ് എക്സാം നടത്തുന്ന കാര്യത്തിൽ തിരക്കിലായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ തിരക്കിലാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എടുക്കുന്ന സമയം വളരെ മാറ്റർ ഓഫ് സെക്കൻഡ്സ് ആണ്. അപ്പം ഇത് ഫോർവേഡ് ചെയ്യുക. അവർക്ക് സമയമുള്ളപ്പോൾ അവർ കണ്ടുകൊള്ളട്ടെ, അവർ CUET പറ്റി അറിയട്ടെ. നിങ്ങളുടെ വിദ്യാർത്ഥികളായിക്കോട്ടെ, നിങ്ങളുടെ കൂട്ടുകാരായിക്കോട്ടെ, നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലെയോ ഏതെങ്കിലും കുട്ടികളായിക്കോട്ടെ, +2ൽ പഠിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോസ് അവരിലേക്ക് എത്തിക്കുക. അവർ CUETയെ പറ്റി അറിയട്ടെ, കുട്ടികൾ സ്വപ്നം കാണട്ടെ, ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കട്ടെ. നിങ്ങളൊരു 10 പേർക്ക് ഈ വീഡിയോ അയച്ചെന്നിരിക്കട്ടെ, 9 പേർ നോക്കിയില്ലല്ലോ, 9 പേർ തിരക്കിലാണെങ്കിലും 10ാമത്തെ ആ ഒരു കുട്ടി ഇത് കാണുകയും ഇതിനോട് താല്പര്യം തോന്നുകയും ഇതിനായിട്ട് പ്രയത്നിക്കുകയും ചെയ്ത് ആ കുട്ടിയുടെ ഡ്രീംസ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വപ്നത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സും കോളേജും ലഭിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ഞങ്ങൾക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വളരെ വലുതാണ്. ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുമ്പോൾ
നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. സോ കീപ് സപ്പോർട്ടിങ് അസ്, കീപ് ഷെയറിങ് ദീസ് വീഡിയോസ്. ആർക്കും ഈ ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ ആർക്കും തന്നെ ഈ ഒരു കാര്യം, ഈ ഒരു CUET പറ്റി അറിയാത്തത് കൊണ്ട് ആ കുട്ടിയുടെ അവസരം നഷ്ടപ്പെടാതിരിക്കട്ടെ. എല്ലാവരും പറ്റുന്ന അത്രയും ആൾക്കാരിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക. എല്ലാവരെയും CUET പറ്റി ബോധവാന്മാരാക്കുക. CUET എഴുതട്ടെ, ഇനി CUETയുടെ കാലമാണ്. CUETയിലൂടെ ഓരോ വിദ്യാർത്ഥികളും, ഓരോ സ്റ്റുഡൻസ്, ഓരോ കുട്ടികളും അവരവരുടെ ഡ്രീംസ്, അവരവരുടെ ഇഷ്ട കോഴ്സ്, ഇഷ്ട കോളേജ് എന്നുള്ളൊരു സ്വപ്നം ഫുൾഫിൽ ചെയ്യട്ടെ. CUETയെ പറ്റി, CUETയിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി, CUETയുടെ ഏതൊരു കാര്യമുണ്ടെങ്കിലും ആദ്യം തന്നെ ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കും. സോ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. CUET ഹെൽപ്പ് ഡെസ്കിലേക്ക് എത്താനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ CUET പറ്റിയുള്ളത് ചോദിക്കാം. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ, നിങ്ങൾക്ക് ഒരു ഡൗട്ടും ബാക്കി നിൽക്കാത്ത രീതിയിൽ പറഞ്ഞു തരാൻ ഞങ്ങളുടെ ടീം സജ്ജമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. Until next time, peace out.